സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പണം വേണം എന്നുള്ള പോലീസിന്റെ ആവശ്യം വീണ്ടും തള്ളി ധനവകുപ്പ്. 101 കോടി രൂപ അനുവദിക്കണം എന്നായിരുന്നു ആവശ്യം. 53 കോടി രൂപ നൽകാനാണ് സർക്കാരിന്റെ അനുമതി. എന്നാൽ ഇതുപോലും ധനവകുപ്പ് പോലീസിന് കൈമാറിയിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന കിയ കാർണിവൽ കാറിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉടൻ പണം അനുവദിച്ചിട്ടുണ്ട്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് സംസ്ഥാനത്തെ പോലീസ് സേന. വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നതിന് പോലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട അവസ്ഥ ഇപ്പോഴും തുടരുന്നു. ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ AC ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം നൽകേണ്ട ഗതികേട് പോലും പോലീസിനുണ്ടായി. ഇതിന്റെ തെളിവുകളും ജനം TV പുറത്തുവിട്ടിരുന്നു. പ്രതിസന്ധി സേനയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിച്ചതോടെയാണ് വീണ്ടും സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ സമീപിച്ചത്. നേരത്തെ അനുവദിച്ച 5 കോടിയിൽ ആകെ 1,79 ലക്ഷം മാത്രമാണ് ചെലവഴിക്കാൻ കഴിഞ്ഞതെന്ന് കത്തിൽ DGP ചൂണ്ടിക്കാട്ടുന്നു. ട്രഷറി നിയന്ത്രണങ്ങൾ കാരണം ശേഷിക്കുന്ന തുക ഉപയോഗിക്കാനായില്ലെന്നാണ് DGP സർക്കാരിനെ അറിയിച്ചത്. മാത്രമല്ല, നിലവിലെ രൂക്ഷമായ പ്രതിസന്ധി മറികടക്കാൻ 101 കോടി 37 ലക്ഷം രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആവശ്യം പൂർണ്ണമായും സർക്കാർ അംഗീകരിച്ചില്ല. DGPയുടെ കത്തിനെ തുടർന്ന് 53 കോടി മാത്രമാണ് ആകെ അനുവദിച്ചത്. പക്ഷേ നിലവിൽ ഈ തുക പോലും പോലീസിന് ലഭിച്ചിട്ടില്ല. പണം കൈമാറുന്നത് ധനവകുപ്പ് വൈകിപ്പിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇതോടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ചെലവ് ചുരുക്കൽ പോലീസിൽ തുടരേണ്ടി വരും. മാത്രമല്ല, 53 കോടി ലഭിച്ചാലും നിലവിലെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നതും പ്രതിസന്ധിയാണ്. മുഖ്യമന്ത്രിക്കായി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതിന്റെ വാടകയും മുടങ്ങിയിരിക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന കിയ കാർണിവലിന്റെ അറ്റകുറ്റപ്പണികൾക്കായി 62,795 രൂപ ഉടൻ അനുവദിച്ചിട്ടുണ്ട്. DGPയുടെ കത്ത് കിട്ടിയ ഉടൻ സർക്കാർ പണം അനുവദിക്കുകയായിരുന്നു. R. രാജീവ്, ജനം, തിരുവനന്തപുരം.